ഒരു സംഘടനകൾക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര വിപ്ലവ പ്രവർത്തനങ്ങളാണ് കെ ദാമോദരൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് നടപ്പിൽ വരുത്തിയത്. കയർ തൊഴിലാളി യൂണിയനും ബീഡിത്തൊഴിലാളി യൂണിയനുമൊക്കെ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം കോഴിക്കോട് തെരുവുകളിൽ കടത്തിണ്ണകളിൽ രാത്രി കഴിച്ചുകൂട്ടി ജീവിച്ചിരുന്ന സഹജീവികളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് കണ്ട് പഠിച്ച് അൽ അമീൻ എന്ന പത്രത്തിലും ഇംഗ്ലീഷ് പത്രമായ നാഷണൽ സോഷ്യലിസ്റ്റ് എന്ന പത്രത്തിലും വിശദമായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് തെരുവിൻ്റെ മക്കളുടെ ജീവിതം ജനശ്രദ്ധയെ ആകർഷിക്കുവാനായിട്ട് ശക്തമായ ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. ഈ കെ ദാമോദരനെ മലയാളി ഒരിക്കലും മറന്നുകൂടാ. പിന്നീട് ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ സാഹചര്യങ്ങൾ നേരിട്ട് പഠിക്കുകയും അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്ത കെ ദാമോദരനെ പൊന്നാനിയിലെ ബീഡിത്തൊഴിലാളികളെ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് കെ ദാമോദരൻ നൽകിയ മുദ്രാവാക്യം അതും വിചിത്രമാണ്. ജോലി വിയർപ്പുകൾ വറ്റും മുമ്പ് കൂലി കൊടുക്കണമെന്നരുൾ ചെയ്തോർ നബി. നബിയുടെ വാക്കുകൾ മുദ്രാവാക്യമാക്കിയതിന് പിന്നിൽ മതബോധവും രാഷ്ട്രീയ ബോധവും ചേർന്ന് പ്രവർത്തിക്കണമെന്ന ഉദ്ദേശശുദ്ധിയായിരുന്നു അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അന്ന് കെ ദാമോദരൻ KPCCയുടെ നിർവാഹക സമിതി അംഗങ്ങളിൽ ഒരാളാണ്. AICC അംഗമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പൂനെ സമ്മേളനത്തിൽ ഗാന്ധിയുടെ നിലപാടിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ആ പ്രമേയത്തെ അന്ന് പിന്താങ്ങിയിരുന്നു. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രഭുത്വങ്ങളെ സ്വാഭാവികമായും ചൊടിപ്പിച്ചിട്ടുള്ളത് കാരണം 1945 വരെ കെ ദാമോദരൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു. 1951 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലബാർ യൂണിറ്റ് കമ്മിറ്റിയുടെ താലൂക്ക് സെക്രട്ടറിയായി കെ ദാമോദരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1964 രാജ്യസഭാ അംഗമായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഒട്ടനവധി പുരോഗമനപരമായ തുടക്കങ്ങൾ മലയാളികൾ അന്വേഷിച്ചു പോയാൽ അത് കെ ദാമോദരനിലാണ് അവസാനിക്കുക. കേരള വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്ത ആദ്യത്തെ മലയാളി, തെരുവിന്റെ മക്കളെ പുനരുദ്ധരിക്കുക നടത്തിയ സേവനങ്ങൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. കെ ദാമോദരന്റെ നവോത്ഥാന തുടക്കങ്ങൾ. മലയാളത്തിലെ ജനകീയ നാടകവേദി ആരംഭിക്കുന്നത് തന്നെ കെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകത്തിൽ നിന്നുമാണ്. അദ്ദേഹം എഴുതിയ ഭാരതീയ ചിന്ത ഇന്ത്യൻ തത്വചിന്തയെ തന്നെ വിശകലനം ചെയ്യുന്ന ഉദാത്തമായ ഒരു കൃതിയാണ്.